a ticket, thinking Russia need a visit. I'ma run it to the limit, and me on my way to Venice. LA got the people. അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നാലുംകുടി വൈഡ് അവിടെ നിന്ന് വരുന്ന ഒരു പറമ്പിലാണ്. ഐ മീൻ ഇമ്മാനുവൽ വീടിൻ്റെ പറമ്പിലാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കാണാനില്ലേ? കാണാനുണ്ട്. അപ്പോൾ പരിപാടി തീയല്ല വൃത്തിയാക്കുന്ന ഒരു കർമ്മമാണ്. ഓക്കെ, അത് നോക്കണ്ട, അത് തമിഴ്നാട് പുള്ളിങ്കാണ്. അത് നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ വൃത്തിയാക്കണ കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട് ഇവിടെ. ഓക്കെ, ഫുട്ബോൾ ക്രിക്കറ്റൊക്കെ ഈ വെക്കേഷൻ ടൈം ആകുമ്പോൾ. പിന്നെ അത് മഴ പെയ്തിട്ട് പുല്ല് കയറി അങ്ങനെ ഫുൾ അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ ഈ ചെക്കൻ ഇനീഷ്യേറ്റീവ് എടുത്ത് വന്നിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അത് തീയിട്ട് വൃത്തിയാക്കി ഫുള്ള് കാടായിരുന്നു. അത് എന്താ ഷട്ടിൽ കോട്ട അങ്ങനെ എന്തൊക്കെ അടിക്കാൻ പറഞ്ഞിട്ട് നിൽക്കണം, ഷട്ടിൽ കളിക്കാനായിട്ട്. കൊതുണ്ട്, വേറെ ഒന്നുമില്ല. ഞാൻ നിൽക്കണ സാധനം സേഫൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പരമാവധി എടുത്ത് ഇങ്ങനെ എടുത്തെടുത്ത് ഇത് ഫുള്ള് വൃത്തിയാക്കണം. അറ്റം തൊട്ട് ഇവിടെ വരെ നല്ല വൃത്തിയായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഈ ഭാഗം ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം ഇത് ഫുള്ള് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫുള്ള് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പുക കാണുമ്പോൾ എല്ലാവരും നോക്കിയിട്ട് പോകുന്നുണ്ട്. പക്ഷേ തീർന്ന് കണ്ടപ്പോൾ ആൾക്കാരുണ്ട്, അപ്പോൾ വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അവനെ ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവനാണ് മെയിൻ ഡൗട്ട്, ഇവനാണ് ഇതിൻ്റെ ഇനീഷ്യേറ്റീവ്. നോക്കി വെച്ചു വല്ല പ്രശ്നം വന്നാൽ അവൻ്റെ പേര് പറഞ്ഞു ആൽഫിൻ കൂന്നത്ത് പീടിയ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഇത് വൃത്തിയായിട്ട് കത്തട്ടെ. ആരുടെ അല്ല, ഇത് ഫുള്ള് പുല്ല് പിടിച്ചെടുക്കായിരുന്നു. ഇത് നമ്മൾ എന്താ പറയുക, കളിക്കാറൊക്കെ ഉണ്ട് ഫുട്ബോൾ. അപ്പോൾ അത് വൃത്തിയാക്കിയിട്ട് നല്ല മനസ്സിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇത് വൃത്തിയാക്കാൻ വന്നത് ഈടാവാട്ടാ ആ തോപ്പോണ്ട് വീശുന്നത്. അപ്പോൾ അതിൽ ഗോഡ്വിൻ, അത് ആൽഫിൻ, ജോയില് അല്ല ഗൗതമ്, ജോയില്, അലോയ്, അൽജോ ഒരു ഹായ് പറ എല്ലാവരും. നമ്മളങ്ങനെ 4 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളിത് സൂപ്പറായിട്ട് വൃത്തിയാക്കിയിരിക്കുകയാണ്. അവൻ്റെ കഷ്ടപ്പാടാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിനു വേണ്ടി മെനക്കെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അവസാനം അതൊരു ഷട്ടിൽ കോട്ടായി കളി തുടങ്ങിയിരിക്കുകയാണ്. 2 ദിവസമായി കളി തുടങ്ങിയിട്ട്. ഗിരിയുടെ പൊട്ടിച്ചോ സൂപ്പർ കളിയാണ് ഗൈസ്. അവർ 2 പേര് അവിടെ ഒരു കോർണറിന് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ പേര് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം നല്ല കാട് പിടിച്ച് ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച പോലെ നല്ല കാടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യത്തിന് കറക്റ്റ് ഒരു ഷട്ടിൽ കോട്ടിന് കളിക്കാവുന്ന രീതിയിൽ മാത്രം നല്ല വൃത്തിയാക്കി നല്ല കോട്ടൊക്കെ പോലെ വരയൊക്കെ വരച്ച് വടിയൊക്കെ കുത്തി നെറ്റൊക്കെ അടിച്ച് ബാഡ്മിൻ്റനും ഷട്ടിൽ കോക്കുമായി 2 ദിവസം കളി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു, പറയുന്നു. ഓക്കെ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ബിഫോർ ട്രാൻസ്ഫോർമേഷൻ ബിഫോർ ആഫ്റ്ററും കണ്ടുവല്ലോ. ഓക്കെ, ജാതിക്കളിയാണ് ഗൈസ്. ഓക്കെ, വേറൊന്നും പറയാനല്ല, സീൻ കളി 2 കളി തോറ്റു. അവനാണ് സ്റ്റാർ ഐക്കോണിക് പ്ലെയർ. അവിടെ ഇരുന്നുകൊണ്ടാണ് കളിക്കുന്നത് ഗൈസ്. ഏതാ ലെവൽ നോക്ക്. അവൻ വീഡിയോ എടുക്കണ വരെ നിന്നിട്ട് കളിക്കണം. ഇത് ഇരുന്നിട്ട് ഇതാ ഓക്കെടാ ബൈ അടിക്കേ. 14 ഡ്രോ ആണ് ഇപ്പോൾ. 21 കളി. ഓക്കെ, 1v1 ഞാനേ മാനേജ്. പിന്നെ ഇത്ര റൈറ്റ് ചെയ്യുന്നു ഗൈസ്. ഊറ്റുപുറ കള്ളത്തരില്ല വരെ കളിക്കുക. കള്ളത്തരം യൂട്യൂബർ നിന്റെ സ്റ്റോറി ഒരാളയച്ചുണ്ട്. നക്ഷത്രാമിന്നല്ല, ഇപ്പൊ ജയിക്കും ഗൈസ്. റൗണ്ട് 2 അവിടെ കടന്നിരിക്കുകയാണ്. ആദ്യ റൗണ്ടിൽ ചോമ്പ് പിന്നെ എൻ്റെ ടീം ജയിച്ചു. 2ാമത്തെ റൗണ്ടാണ്. മൊത്തം 2 റൗണ്ട് വാശിയേറിയ പോരാട്ടം വരെ കയറിക്കൊണ്ടിരിക്കുന്നു.
രണ്ടുപേർ മിസ്കമ്മ്യൂണിക്കേഷൻ. വാശിയേറി പോയിട്ട് മരം കയറിക്കൊണ്ടിരിക്കുന്നു. ഓ ഓ ആര് പന്നെ എടുത്തു. 4-3 കൊള്ളാം, നല്ലടി. ഓ കഴിഞ്ഞ 11 കളിക്കണം കേട്ടാ. ഇവന്മാർക്ക് 9 അല്ല, ഇവന്മാർക്ക് 9 ഇവന്മാർക്ക് 4. രണ്ടാമത്തെ റൗണ്ടിലും 5-9 പ്രതീക്ഷ കൊടുത്തിരിക്കുന്നു. പ്രതീക്ഷ 5-9. ഓ ഔട്ട് എന്ന് പറയുന്നു. അവർ വെറുക്ക് കളി തുടങ്ങിയിരിക്കുന്നു. വാറുന്നില്ല ഇവിടെ. എത്രയായി? 10-5. ഓ 10-8 വാശിയേറിയ പോരാട്ടം, ഒരൊറ്റ പോയിന്റിന് വേണ്ടി. ഓ ഓ ഓ എത്രടാ? 10-9 9-10 ജയിച്ചു. ഇവര് ജയിച്ചു 11, ഇവര് 9. അവസാനം ഒരു പ്രതീക്ഷ കൊടുത്തു, പക്ഷെ തോറ്റു ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയല്ലോ. അപ്പോൾ 4 ദിവസത്തെ ഷൂട്ടും അല്ല 5-6 കുറച്ച് ദിവസത്തെ ഷൂട്ടാണ് എല്ലാം കൂടി കമ്പൈൻ ആക്കി ഒരു വീഡിയോ ഒക്കെ ഇടും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു. വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഓക്കെ, ടാറ്റ. ഡൗട്ട് നമ്മളെൻ്റെ പോണു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ഇറ്റ്സ് മീ റോജു സൈനിങ് ഔട്ട്. വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ലൈക്ക് അടിക്കുക, സബ് അടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്താണ്. സബ്സ്ക്രൈബ് ആക്കണ്ട, ടിങ് ടിങ് അടിക്കുക. ഓക്കെ, ബൈ.